നെക്ലൈൻ സീരീസിൽ ഇന്ന് ചെയ്യുന്നത് സ്വീറ്റ് ആർട്ട് നെക്ലൈൻ ആണ്. ആദ്യം ചെയ്തത് ഇങ്ങനൊരു സ്ക്വയർ വന്നിട്ട് സ്വീറ്റ് ആർട്ടാണ്. ഇന്ന് ചെയ്യുന്നത് ഇങ്ങനൊരു കർവ് ഷേപ്പ് വന്നിട്ട് സ്വീറ്റ് ആർട്ട് ചെയ്യുന്നതാണ്. നെക്ലൈൻ ഡ്രാഫ്റ്റിംഗ് ചെയ്യുമ്പം ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു തുണിയിലാണെങ്കിലും പേപ്പറിലാണെങ്കിലും ഈ ഒരു ഭാഗം എപ്പോഴും ഫോൾഡിലായിരിക്കണം. ഇപ്പോൾ ഞാൻ നെക്ക് വിഡ്ത്ത് എടുത്തേക്കുന്നത് 3 ഇഞ്ചാണ്. നെക്ക് ലെങ്ത്ത് 6.5 ഇഞ്ചസ് എടുത്തിട്ടുണ്ട്. ആദ്യം ചെയ്യേണ്ടത് നെക്ക് ലെങ്ത്തിൻ്റെ മിഡ് പോയിൻ്റ് എടുക്കുക. ഇപ്പോൾ ഞാൻ 6.5 ഇഞ്ചസാണ് നെക്ക് ലെങ്ത്ത് എടുത്തേക്കുന്നത്. അപ്പോൾ ടേപ്പ് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കറക്റ്റ് വെച്ചാൽ നമുക്കിതിൻ്റെ മിഡ് പോയിൻ്റ് കിട്ടും. മിഡ് പോയിൻ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി മിഡ് പോയിൻ്റിൽ നിന്ന് താഴത്തേക്ക് ഒരു 1 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇനി ഈ 1 ഇഞ്ച് മാർക്ക് ചെയ്തതിൻ്റെയും ഈ വിഡ്ത്ത് മാർക്ക് ചെയ്ത ഈ പോയിൻറ്റിൻ്റെയും മിഡ് പോയിൻ്റ് എടുക്കണം. ഇത് മിഡ് പോയിൻ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ മിഡ് പോയിൻറ്റിൽ നിന്ന് അകത്തേക്ക് ഒരു 3/4 ഇഞ്ചാണ് ഞാനിപ്പോൾ മാർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ 1/2 ഇഞ്ച് മാർക്ക് ചെയ്താലും മതി. ചെയ്യേണ്ടത് ഈ വിഡ്ത്തിൻ്റെ ഈ പോയിൻറ്റും 3/4 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിൻറ്റും 1 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിൻറ്റും ഫ്രഞ്ച് കർവ് വെച്ചിട്ട് ഇവിടെ ആ ഒരു ഷേപ്പ് വരുന്ന തരത്തിൽ ഫ്രഞ്ച് കർവ് വെക്കണം. വിഡ്ത്തിൻ്റെ പോയിൻറ്റ് 3/4 ഇഞ്ച് അകത്തേക്ക് മാർക്ക് ചെയ്ത പോയിൻറ്റ്, ഈ 1 ഇഞ്ച് മിഡ് പോയിൻറ്റിൽ നിന്ന് ഡൗൺ മാർക്ക് ചെയ്ത ഈ പോയിൻറ്റ്, ഈ 3 പോയിൻറ്റ് മാച്ച് ചെയ്ത് ഫ്രഞ്ച് കർവ് എവിടെയാണോ കറക്റ്റ് വരുന്നത് അപ്പോൾ നമുക്കൊരു സ്മൂത്ത് നീറ്റ് കർവ് അവിടെ കിട്ടും. ഇനി നമുക്ക് ഈ സ്വീറ്റ് ആർട്ട് ഈ ഒരു ഹാർട്ട് നെക്ക് ഷേപ്പിലേക്ക് വരണം. അപ്പോൾ അത് ചെയ്യാനായിട്ട് ഈ 1 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിൻറ്റും ഈ നെക്ക് ലെങ്ത്തിൻ്റെ ഈ ഒരു ഫോൾഡിൽ വരുന്ന ഭാഗത്തെ പോയിൻറ്റും കൂടെ എവിടെയാണോ ഫ്രഞ്ച് കർവ് വെച്ചിട്ട് കറക്റ്റ് ആ കർവ് വരുന്നത് അതനുസരിച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഡീപ്പ് കർവ് വേണമെങ്കിൽ അതനുസരിച്ചിട്ട് ഫ്രഞ്ച് കർവ് ഒന്ന് മൂവ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഒരു സ്മൂത്ത് കർവാണ് കൊടുക്കുന്നത്. ഫിഷിൻ്റെ നമ്മളിവിടെ മാർക്ക് ചെയ്ത് ഈ പോയിൻറ്റിൽ വെക്കുക. എന്നിട്ട് ഇവിടെ ഈ 2 പോയിൻറ്റ് ഈ ഒരു നെക്ക് ലെങ്ത്തിൻ്റെ ഈ ഫോൾഡിൽ വരുന്ന ഭാഗം ഇത് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്തെടുക്കണം. ഇങ്ങനെ നമുക്ക് ഇങ്ങനൊരു ഡീപ്പ് കർവായിട്ട് ഇങ്ങനൊരു സ്വീറ്റ് ആർട്ട് നെക്ക് ഷേപ്പ് കിട്ടും.